അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസുഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറയാനുണ്ട്. നമുക്ക് അള്ളാഹു ഓരോ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് പല വിധത്തിലുമാകാം. നമുക്ക് സമ്പത്തിലൂടെയാകാം, നമ്മുടെ മക്കളിലൂടെയാകാം, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വേറെ നമ്മുടെ ഭർത്താവിനെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ കൊണ്ടോ. അങ്ങനെ സമ്പത്തിലും സന്താനത്തിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ആ കാര്യങ്ങളുടെ വർധനവിന് വേണ്ടിയും അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടുമുള്ള അതിമഹത്തായ ഒരു ദുആഇനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടി സാധിക്കുകയും അതുപോലെ തന്നെ കണ്ണീർ കമ്പയർ, അതായത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഇല്ലാതാകുമ്പോൾ അവർക്ക് ഒരു ചെറിയ തോതിൽ ഒരു വിഷമമോ പ്രയാസമോ കാണും. അങ്ങനെയുള്ളവരിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു സൂത്രമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്, ഒരു ദുആ. അല്ലാഹുമ്മ അക്സിർ മാലി വലദി വബാരിക് ലി ഫീമാ അഗ്തൈതനി. ചെറിയൊരു ദുആയാണ്. ഒരു തവണ, ദിവസവും ഒരു തവണ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുവാനും നമുക്കുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഒക്കെയാണ്. ചില ആളുകൾക്ക് നല്ല ജോലി കാണുമല്ലേ, പെട്ടെന്നായിരിക്കും ആ ജോലി നഷ്ടപ്പെട്ട് നമ്മൾ വഴിയാധാരം ആയി പോകുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല വീട് കാണും, അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കും, വീട് നൽകി അല്ലെങ്കിൽ നല്ലൊരു ജോലി തന്നെ അനുഗ്രഹിക്കും. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ, അതുപോലെ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കും. അതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു മക്കളെ കാത്തുരക്ഷിക്കുവാനും അതുപോലെ നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കുവാനും നമുക്ക് ആദ്യം വേണ്ടത് അതാണ്. അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നിലനിൽക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ, നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഉള്ള അനുഗ്രഹങ്ങൾ, അതായത് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വർധനവിന് വേണ്ടിയിട്ടും അത് കുറച്ചുകൂടി നമുക്ക് വർദ്ധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ സഹായത്തിൽ അത് എങ്ങനെയാണ് നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് ഈ ഒരു ചെറിയ ദുആയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഹദീസുകളിൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഈ ദുആയിനെ കുറിച്ച്. അള്ളാഹുവെ, എന്റെ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിക്കുകയും നീ എനിക്ക് നൽകിയതിൽ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അതിമഹത്തായ ഒരു അർത്ഥം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ ദുആ എല്ലാവരും പഠിക്കുക, അതുപോലെ തന്നെ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ ദുആകളാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്കിപ്പം സമയമില്ലാത്ത ഒരു ജീവിതയാത്രയിലൂടെയാണ് പലരും കടന്നു പോകുന്നത് അല്ലേ. ദിവസങ്ങൾ അങ്ങനെ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതവും നോക്കണം. നമുക്ക് കുറച്ച് ദീനിയായ ദുനിയാവിലും രക്ഷപ്പെടണം, ആഖിറത്തിലും രക്ഷപ്പെടണം. അതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വേണമെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കുക. തീർച്ചയായിട്ടും ചാനലിൽ ഇനിയുള്ള, അതായത് ഇതുപോലുള്ള ദുആകൾ ദിക്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഒരു സ്വതക്കയാണ് കിട്ടുന്നത്, അത് നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അപ്പോ പറഞ്ഞു വന്നത്, നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുവാനും അതുപോലെ തന്നെ ആ അനുഗ്രഹങ്ങൾ കൂടുതൽ നമ്മൾക്ക് നേടിയെടുക്കുവാനും ഉള്ള അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുമുള്ള ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ ഒരു ദുആയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പതിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾ അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത് നല്ലത് മാത്രം അള്ളാഹു ഹൈറാക്കി അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ വീടില്ലാതെ ഒരുപാട് സഹോദരങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വീട് വയ്ക്കുവാനും അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കടങ്ങൾ മാറുവാനും അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലവിധ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം.